റൻഫോരിയെക്കുറിച്ച് നോക്കാം. 1816 ജനിച്ചു. 1887 മരിച്ച വ്യക്തി. ഉത്തർപ്രദേശിലെ ഷാഹ് വിലായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. ബനു ഉമയ്യ കുടുംബത്തിലേക്കാണ് നിസ്ബ ചേരുന്നത്. ഫൈൽ എന്ന അദ്ദേഹം സ്വയം വെച്ച പേരാണ്. ഷംസുൽ അലമ എന്ന പേര് കൊടുത്തപ്പോൾ അത് നിഷേധിച്ചു. തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഫാരിസി അറബി ഭാഷകൾ പഠിച്ചത് ഉപ്പയിൽ നിന്നാണ്. 1857 ഡൽഹി വിട്ടുപോയി. ചെറുപ്പകാലത്ത് തന്നെ യോദ്ധാവ്, അദ്ദേഹം ഒരു നല്ലൊരു ഗുസ്തിക്കാരനായിരുന്നു അദ്ദേഹം. നല്ല എക്സസൈസ് ചെയ്യുന്ന, അതിനെ നിത്യമാക്കിയിരുന്ന ആളായിരുന്നു. ഹദീസ് പഠിച്ചത് അഹമ്മദ് സഈദ്. രാംപൂരിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഫതുൽ ഹക്ക് ഹൈദരാബാദിയെ കാണുന്നു. അവിടുന്ന് ഒരുപാട് പഠിച്ചു. തൻ്റെ ഉസ്താദായി അദ്ദേഹത്തെ സ്വീകരിച്ചു. തിബ് എന്ന വിഷയം പഠിച്ചത് ഇമാമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ഇമാമുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഷിബ്ലി നുഅ്മാനി, ഹമീദുദ്ദീൻ ഫറാഹി. 1870 ലാഹോറിലെ ജാമിഅ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ അറബി ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യത്തെ പ്രസിഡൻറ്റ്. റിയാദുൽ ഫൈൽ എന്ന് പറയുന്ന കിതാബ്, അത് ഷർഹ് ബസീത്ത് അല മുഅല്ലഖാത്തു സബയുടെ വിശദീകരണമാണ്. പിന്നെ ഷർഹ് ദീവാൻ ഹസ്സാൻ ബിൻ സാബിത്ത് ഉണ്ട്. ഫൈൽ ഖാമൂസ് ഉണ്ട്. നഫ്ഉൽ അദീം, അത്തൂഫത്തുൻ സദീഖ് അൽ ഫൈലി അബൂ തമാമിൻ്റെ ഹമാസിയുടെ വിശദീകരണമാണ് വന്നിട്ടുണ്ട്. തൂഫത്തുൻ സദീഖ് അത് സിദ്ദീഖ് ഹസൻ ഹാജിക്കുള്ള ഒരു ഹദിയായി സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഓക്കെ, ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഇതിൽ റഷ്യയും ഉസ്മാനിയ ഭരണവും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നീണ്ട കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ ഫൈദുൽ ഹസൻ സഹാറൻപൂരി, അദ്ദേഹം തിബ് പഠിച്ചത് ഇമാമുദ്ദീൻ സ്വാദിർ കേട്ടോ. ഫതുൽ ഹക്ക് ഹൈദരാബാദിയുടെ ശിഷ്യൻ ആണിദ്ദേഹം. ആദ്യം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മൂന്ന് ആശയങ്ങൾ. ഷർഹ് ദിവാൻ ഹമാസ നേരത്തെ പറഞ്ഞു. ഉറൂദുൽ മിഫ്താഹ് ഫിൽ ഉറൂദ് വേറൊന്ന് പുതിയതാട്ടോ, നോക്കാം. ഇത് കിട്ടുന്നവർ ആലിമിന്തി. ഷർഹ് ദിവാൻ ഹമാസ് ആരെഴുതിയതാണ്? ഫൈദുൽ ഹസൻ സഹാറൻപൂരി. ഫൈദുൽ ഹസൻ സഹാറൻപൂരിയുടെ ഗ്രന്ഥമല്ലാത്തത് നമുക്കറിയാം. ഒറ്റ നോട്ടം നോക്കിയാൽ തന്നെ കിട്ടും. ഷർഹ് ദിവാനുൽ തനബി ജോൺഫോറിൻ്റെതാണ്. പിന്നെ സഹാറൻപൂരിയുടെ ഗ്രന്ഥമല്ലാത്തത് എന്താണ്? തഫ്സീർ ജലാലൈനി, ആശയം മിഷ്കാത്ത് മസാബി, തഹരീറുൽ അഖിലൈദിസ്, അജ്ന ഷുഅറാ ഉൽ ലുഗത്തുൽ അറബിയ ഫിൽ ഹിന്ദ് എന്ന് പറഞ്ഞത് അഷീഫ് ഫൈദുൽ ഹസൻ സഹാറൻപൂരി. അദ്ദുഹലുൽ മർആത്തുൽ സിമ്പിളായിട്ട് കിട്ടും. ഫൈദുൽ ഹസൻ സഹാറൻപൂരി, ഷർഹ് ദിവാൻ ഹമാസ്. ഇതിലേതായിരിക്കും വരിക? ഓക്കെ, നമുക്ക് അറിയണ കുറേ ഉണ്ടല്ലേ. ആഷിയത്ത് തഫ്സീറുൽ ജലാലൈനി ആരെഴുതിയത്? സഹാറൻപൂരി. അപ്പോൾ ഡിയും ശരിയാണ്. പിന്നെ
ഇതൊക്കെ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക കേട്ടോ. ഓക്കെ.